എല്ലാ കൂട്ടുകാർക്കും മനു അന്മയിലോട്ട് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞാൽ ഗുലാബ് ജാം തയ്യാറാക്കലാണേ. ഗുലാബ് ജാമിൻ്റെ മിക്സ് ഉപയോഗിച്ചിട്ടാണ് ഇവിടെ തയ്യാറാക്കുന്നത്. ഇതുപോലെ 2 പാക്കറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്നുമില്ല, വളരെ എളുപ്പമാണ്. നമുക്കിതിനെ ഒരു പാത്രത്തിലോട്ട് മാറ്റാം. 1 ഗ്ലാസ് അളവിൽ ചെറു ചൂട് പാലോ അല്ലാന്നുണ്ടെങ്കിൽ സാധാ വെള്ളം ഉപയോഗിച്ച് നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴയ്ക്കുന്ന രീതിയിൽ നല്ല സോഫ്റ്റായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ എന്തായാലും മാവൊന്ന് നന്നായി ഒന്ന് കുഴച്ചെടുത്തോട്ടെ. കുറച്ച് വെള്ളം ചേർത്തിട്ട് നല്ല സോഫ്റ്റായിട്ട് വേണം കുഴച്ചെടുക്കാൻ. അപ്പോൾ മാവ് ഇവിടെ റെഡിയാണ്. ഇതൊന്ന് ചെറിയ ബോൾസാക്കി നമുക്ക് മാറ്റാം. അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ കുറച്ച് നെയ്യൊക്കെ ഒന്ന് തടവിയ ശേഷം ചെറിയ ബോൾസാക്കിയിട്ട് ഇതുപോലെ മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ ബോൾസൊക്കെ ഒന്ന് റെഡിയായി കഴിഞ്ഞാൽ എണ്ണയിലൊന്ന് പൊരിച്ചെടുക്കണം. അപ്പോൾ ഇനി പൊരിച്ചെടുക്കാം. വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. അതിനകത്തോട്ടൊരു 4 ടീസ്പൂൺ അളവിൽ നെയ്യ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നെയ്യിലൊക്കെ പൊരിച്ചെടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ നല്ല ലൈറ്റ് ബ്രൗൺ കളർ ആവണ വരെ 2 സൈഡും നല്ല രീതിയിലൊന്ന് മുരിച്ചെടുക്കാം. അപ്പോൾ എല്ലാ ബോൾസും നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള എല്ലാതും ഇതേപോലെ എണ്ണയിൽ നല്ല രീതിയിലൊന്ന് പൊരിച്ചെടുക്കണം. ഇനി ഇതിന് സിറപ്പ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് 2 ഗ്ലാസ് വെള്ളത്തിൽ ഒരു 3 ചെറിയ ഗ്ലാസ്സിന് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മധുരമൊക്കെ നമ്മളുടെ താല്പര്യത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. പഞ്ചസാര നന്നായി ഒന്ന് അലിഞ്ഞ് വരാനുണ്ട്. അതിനുശേഷം ചെറുതായിട്ടൊക്കെ ഒന്ന് ഒട്ടണൊരു പരുവം വരെ ഒന്ന് നമുക്ക് തിളപ്പിക്കാം. ഇതുണ്ടോ, പഞ്ചസാരയൊന്നും അലിഞ്ഞിട്ടേ ഇല്ല. അപ്പോൾ നന്നായിട്ടൊന്ന് അലിഞ്ഞ് ചെറുതായിട്ടൊക്കെ ഒന്ന് ഒട്ടണ ഒരു പരുവം വരും. അതുവരെ കൈയെടുക്കാണ്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണേ. അപ്പോൾ ഇതിന് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇതിനകത്തോട്ട് ഒരു 2 ഏലക്ക നന്നായി ഒന്ന് ചതച്ച ശേഷം ചേർത്ത് കൊടുക്കാം. കുങ്കുമപ്പൂ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു നുള്ള് ചേർത്താൽ നല്ലൊരു കളറായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഒരു നുള്ള് കേസരി പൗഡർ നമുക്ക് ചേർത്ത് കൊടുക്കാം. കേസരി പൗഡറിന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. താല്പര്യമാണെങ്കിൽ നമുക്ക് ഒരു നുള്ള് ചേർക്കാം. എന്തായാലും ഞാനിവിടെ ചെറുതായിട്ടൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏലക്ക ചേർത്ത് കഴിഞ്ഞു. ഒരു നുള്ള് പൊടി ഇടണ്ട. കേസരി പൗഡർ ഇടുമ്പോഴേക്കും കളറൊക്കെ കണ്ട നല്ലൊരു കളറ് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായി ഒന്ന് തിളച്ച് വന്നോട്ടെ. അതിന് ശേഷം നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ഓരോ ബോൾസായിട്ട് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതേപോലെ ഓരോ ബോൾസും ചേർത്ത് കൊടുക്കാമേ. ഇതൊന്ന് തിള വന്നാൽ മാത്രം മതി. ഫ്ലെയിം ഓഫ് ചെയ്യുക. അതിന് ശേഷം അടച്ച് വെച്ച് നന്നായി തണുക്കാൻ വേണ്ടി അനുവദിക്കുക. ചെറു ചൂടോടുകൂടെ തന്നെ കഴിക്കുക. അല്ലാന്നുണ്ടെങ്കിലോ ഫ്രിഡ്ജിലിട്ട് നല്ല രീതിയിലൊന്ന് തണുപ്പിച്ച ശേഷം കഴിക്കാവുന്നതാണേ. നല്ല ടേസ്റ്റാണ്, നല്ല സോഫ്റ്റായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിക്കാണെന്ന് വിചാരിക്കണോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. താങ്ക്സ് ഫോർ വാച്ചിങ്.